അസ്സലാമലൈക്കും. നമുക്കൊരു ദിവസം മീൻ കിട്ടിയില്ലേ, അന്നത്തെ ദിവസത്തെ നമ്മുടെ ജോലിയെല്ലാം സ്ലോ ആയിരിക്കും. മീൻ കിട്ടിയാലും ഒരു മീൻ കറി മാത്രം മതിയായിരിക്കുമേ. മീൻ കിട്ടിയില്ലെങ്കിൽ പല പല കറികളായി പോകും. അങ്ങനെ ഒരു കറിയാണ് പരിപ്പ് കറി. കുറച്ച് പരിപ്പെടുത്ത് സവാളയും വെളുത്തുള്ളിയും തക്കാളിയും ഇഞ്ചിയും 2 പച്ചമുളകും കൂടെ കുക്കറിലോട്ടിട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. എനിക്ക് കുറേ വേവുന്ന ഇഷ്ടമാണേ. വേവെല്ലാം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബട്ടർ ഇട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ നെയ്യോ എന്തുവേണം ചേർത്ത് ചെയ്യാവുന്നതാണേ. ഇതിലേക്ക് നമുക്ക് കടുകും സവാളയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ വലുതായിട്ട് കട്ട് ചെയ്യുന്നതാണേ, ഒത്തിരി വേവാൻ പാടില്ല. അതൊന്ന് വഴുതനങ്ങ ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത്, മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ അവരുടെ ഇഷ്ടം അനുസരിച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒത്തിരി അങ്ങ് കുക്കാവാനൊന്നും നിൽക്കേണ്ട. ഈ ബട്ടർ ഇട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പരിപ്പിൻ്റെ പച്ചച്ചവ മാറും. ബട്ടർ ഇട്ട് ചെയ്യുമ്പോൾ തേങ്ങ ചേർക്കുകയും വേണ്ട. ഓയിലൊക്കെ ഒഴിച്ച് ചെയ്യുവാണെങ്കിലാണ് ഞാൻ തേങ്ങ ചേർക്കുന്നത്. ഇതാവുമ്പം ബട്ടർ ഇടുമ്പം കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങയും തിരുകുകയും വേണ്ട, അരയ്ക്കുകയും വേണ്ട. ബട്ടറൊക്കെ ഇട്ട് ഇങ്ങനെ പരിപ്പറി വെച്ച് കൊടുക്കുമ്പം പിന്നെ വേറെ കറിയില്ലേ മീൻ കറിയില്ലേ എന്നൊന്നും ചോദിക്കത്തില്ല. ഒത്തിരി ഒന്നും വരില്ല. അത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക്.